ബ്ലോഗറിൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പോസ്റ്റ് ബ്ലോഗിൽ എങ്ങനെയാണ് ഒരു ബ്ലോഗ് പോസ്റ്റ് തയ്യാറാക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തയ്യാറാക്കിയ ബ്ലോഗ് ഇതായിരുന്നു. ഒരു ബ്ലോഗ് എന്ന് കാണുന്നതിന് വേണ്ടി ഈ വ്യൂ ബ്ലോഗ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ബ്ലോഗ് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ ബ്ലോഗ് അല്ലെങ്കിൽ വെബ്സൈറ്റ്. ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഒരു ബ്ലോഗ് പോസ്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടത്? ഇത് കാണാൻ കഴിയും. എൻ്റെ ഇടതുവശത്ത് HSL ആചാര്യ എന്ന് പറയുന്നതിന് താഴെയായിട്ട് പോസ്റ്റ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ്, ഈ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഒരു പോസ്റ്റ് നമ്മൾ ബ്ലോഗ് പോസ്റ്റ് തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പേജുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് നമ്മളൊരു പോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത്. അതിനായി ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ന്യൂ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. ഇവിടെ താഴെ നമുക്ക് ക്രിയേറ്റ് എ ന്യൂ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ന്യൂ പോസ്റ്റ് തയ്യാറാക്കാം. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ പോസ്റ്റ് തയ്യാറാക്കേണ്ടത്. ആദ്യമേ നമുക്കൊരു പോസ്റ്റിന് ഒരു ടൈറ്റിൽ ആവശ്യമാണ്. അതിനിവിടെ ഒരു പോസ്റ്റ് ടൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഫസ്റ്റ് പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യണം. ആദ്യത്തെ എൻ്റെ പോസ്റ്റിൻ്റെ പേര് ഫസ്റ്റ് പോസ്റ്റ് എന്നാണ്. അതിന് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഫസ്റ്റ് പോസ്റ്റ്. ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യാനായിട്ട് ഈ പബ്ലിഷ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് കസ്റ്റമൈസ് ചെയ്യുന്നതൊക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതാണ്. പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് വ്യൂ ചെയ്യണമെങ്കിൽ ഈ ഭാഗത്ത് വ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ പോസ്റ്റ് നമുക്ക് വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ മറ്റൊരു പോസ്റ്റ് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് വീണ്ടും ഞാൻ ന്യൂ പോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സെക്കൻഡ് പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ പോസ്റ്റ് സെക്കൻഡ് പോസ്റ്റ് എന്നാണ് എൻ്റെ ഹെഡിങ്ങിൻ്റെ പേര്. ദിസ് ഈസ് മൈ സെക്കൻഡ് പോസ്റ്റ്. ഞാനതും പബ്ലിഷ് ചെയ്യാനായിട്ട് ഈ പബ്ലിഷ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമുക്ക് പിന്നീടാണ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തൽക്കാലം സേവ് ചെയ്യാനായിട്ട് സേവ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ പ്രിവ്യൂ കാണുമെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇതിന് വേണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം. ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 2 ബ്ലോഗ് പോസ്റ്റുകളാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് താഴത്തെ ഇവിടെ പേജ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇവിടെ ന്യൂ പേജ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. ഒരു പേജ് ടൈറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നതാണ് എൻ്റെ പേജ് ടൈറ്റിൽ. ദിസ് ഈസ് മൈ ഫസ്റ്റ് പേജ് എന്നുള്ളതാണ് എൻ്റെ കണ്ടന്റ്. അത് പബ്ലിഷ് ചെയ്യുന്നു. ആ പേജ് പബ്ലിഷ് ചെയ്യാനായിട്ട് പബ്ലിഷ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ന്യൂ പേജ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജ് ഞാൻ സെക്കൻഡ് പേജ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റെ കണ്ടന്റ് ദിസ് ഈസ് മൈ സെക്കൻഡ് പേജ് എന്നാണ്. ഞാനത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 2 പോസ്റ്റുകൾ ഇപ്പം നമ്മൾ പബ്ലിഷ് ചെയ്തു. അതോടൊപ്പം തന്നെ 2 പേജുകളും ക്രിയേറ്റ് ചെയ്തു. ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യൂ ബ്ലോഗ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ തയ്യാറാക്കിയ പോസ്റ്റാണ്. സെക്കൻഡ് പോസ്റ്റ് എന്നുള്ളതാണ് ആദ്യമേ വന്നു. അതിന് താഴെയായിട്ട് ഫസ്റ്റ് പോസ്റ്റ് വന്നു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പേജിലേക്ക് പോകാനായിട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല. അതിനിവിടെ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ മെനു കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ പേജ് കാണണമെങ്കിൽ ആ പേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ സെക്കൻഡ് പേജ് എന്നിവിടെ കാണാൻ കഴിയും. നമ്മൾ തയ്യാറാക്കിയ പേജുകളാണ് സെക്കൻഡ് പേജ്, അതിന് താഴത്ത് ഫസ്റ്റ് പേജ്. ഫസ്റ്റ് പേജ് കാണണമെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് തന്നെ വേണം പോകാനായിട്ട്. വ്യൂ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. നമുക്ക് കണ്ടന്റ് ഇതാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് പേജ്. അപ്പോൾ വ്യൂ ബ്ലോഗ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഇതാണ്. നേരെ വരുന്നത് നമ്മുടെ പോസ്റ്റുകളാണ് കാണുന്നത്. ഫസ്റ്റ് പോസ്റ്റ്, സെക്കൻഡ് പോസ്റ്റ് ഇതാണ് കാണുന്നത്. പേജുകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുകയില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് ഒരു പോസ്റ്റ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പേജുകൾ കാണാനായിട്ട് നമ്മൾ മെനു തയ്യാറാക്കേണ്ടതുണ്ട്. അത് നമ്മൾ പിന്നീട് തയ്യാറാക്കുന്നതാണ്.